നമ്മുടെ സൂപ്പർ അമ്മയും മകളുടെ ഈ വേദിയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മാല പാർവതി. അപ്പോ നമ്മുടെ സൂപ്പർ അമ്മയും മകളുടെ വേദിയിലേക്ക് സ്വാഗതം. നമ്മൾ റെഡ് കാർപ്പറ്റിൽ കണ്ടു, ഇതിപ്പോ പുതിയ രൂപത്തിൽ പുതിയ ഭാവത്തിൽ വളരെ ഗംഭീരമായി ഒരു ഷോ ആയിട്ട് നമ്മൾ വീണ്ടും പോവാണ്. അപ്പോൾ ചേച്ചി എന്തായാലും ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ അന്ന് റെഡ് കാർപ്പറ്റിൽ വന്ന പോലെ വെറുതെ കഥകൾ പറഞ്ഞ് പാട്ടുകൾ പാടി പോകാനല്ല, കുറച്ച് കാര്യഗൗരവമായിട്ട് നമ്മുടെ അമ്മമാരെയൊക്കെ ഒന്ന് നിരീക്ഷിക്കേണ്ടതിരിക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സൂപ്പർ അമ്മയും മകളുടെയും കണ്ടസ്റ്റൻസ്. ഇനി കുറച്ച് പേരുണ്ട്, കുറച്ച് പേരാണ് ഇവിടെ ഇരിക്കുന്നത്. ആൻഡ് നമ്മുടെ സൂപ്പർ ജഡ്ജ് ശ്വേതാജിയെ പരിചയം ഉണ്ടല്ലോ അല്ലേ? ഞങ്ങളിത് കുറേ നാൾ മുമ്പ് തുടങ്ങിയതാണ്. യെസ്. അപ്പോൾ എന്തായാലും ഈ ഒരു സൂപ്പർ അമ്മയും മകളുടെയും ഈ ഒരു വേദിയിൽ നിൽക്കുമ്പം ചേച്ചിയെ വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, ഇങ്ങനെ ഒരു സിറ്റിസൺ ജേർണലിസം എന്ന് പറയുന്ന ഒരു റൗണ്ടിന്റെ ജഡ്ജായിട്ടാണ് വരേണ്ടതെന്നൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചിക്ക് എന്താണ് തോന്നിയത്? എനിക്ക് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് തോന്നിയത്. സാധാരണഗതിയിൽ ഒരു വിമൻസ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ തന്നെ ഡാൻസ്, പാട്ട്, കുക്കിംഗ്, പെയിന്റിങ് അല്ലെങ്കിൽ പോട്ടറി തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ പറയുമെങ്കിലും സമൂഹത്തിന് മക്കളെ വളർത്തുന്ന അമ്മമാരാണ്. അപ്പോൾ നാളെ സമൂഹം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് ഒരു സേ അവർക്കില്ലാത്ത പോലെയോ അല്ലെങ്കിൽ അതിനകത്ത് ഭാഗമല്ലാത്തത് പോലെയോ പെരുമാറാറുണ്ട്. അപ്പോൾ എന്താണ് ആ പെർസ്പെക്റ്റീവ്, അവരെങ്ങനെയാണ് നാടിനെ കാണുന്നത്, സമൂഹത്തെ കാണുന്നതെന്ന് അറിയാൻ, അവരുടെ കാഴ്ചപ്പാട് കാണാൻ ഒരുപാട് താല്പര്യമുണ്ട്. ഒരുപക്ഷെ ചെറിയ ചെറിയ തെറ്റുകൾ വരാം, അല്ലെ എനിക്കറിയില്ല. അങ്ങനെ വരികയാണെങ്കിൽ പോലും അവരുടെ ഒരു പുതിയ ആലോചനയ്ക്ക് ഇത് തുടക്കമാവും എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു കാര്യത്തിന് വരാനായിട്ട്. താങ്ക് യു. ആൻഡ് നമ്മുടെ കണ്ടസ്റ്റൻസിനോട് എന്താണ് പറയാനുള്ളത്? ചേച്ചിയുടെ ഒരു സെഗ്മെന്റുമായിട്ട് അവരിങ്ങനെ ഏറ്റുമുട്ടാൻ കാത്തിരിക്കുകയാണ്, അപ്പോൾ അവരോട് എന്താ പറയാനുള്ളത്? എന്നെ കുറിച്ച് ഇങ്ങനെ ആൾക്കാർ പറയും ഭയങ്കര ഭീകരവാദിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇങ്ങനെയല്ല, ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ശരിതെറ്റുകൾ നോക്കും, നല്ലത് ഇതൊന്നും പേഴ്സണലായിട്ട് എടുക്കരുത്. ഇത് നിങ്ങളുടെ ഒരു ചുവടുവെപ്പാണ്. അതിനെ ഏറ്റവും ഓണസ്റ്റായിട്ട് സമീപിക്കുക. അതിന് എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ കുറവുകളോ തെറ്റുകളോ പറയുമ്പോൾ അത് നിങ്ങൾ പേഴ്സണൽ അല്ല, അടുത്ത പ്രാവശ്യം നടക്കാനുള്ള വഴി എന്ന് മാത്രമേ ഉള്ളൂ. സെക്കൻഡ് ആവുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഫസ്റ്റിലേക്ക് പഠിക്കാൻ ഞാൻ അത്രയും കൂടെ പഠിക്കേണ്ടതുണ്ടായിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. തേർഡ് ആവുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ടത് അത്രയും കൂടെ പഠിക്കാനുണ്ടായിരുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ അത് നമ്മൾക്ക് വരുന്ന ഒരു കുഴപ്പമല്ല, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തതിൻ്റെ കണക്കിൽ ഇത്ര കുറവുണ്ടായിരുന്നു എന്ന് മാത്രമാണ്. അത് നല്ലൊരു പോയിന്റ് ആണ്. അപ്പൊ ചേച്ചി ഒരുപാട് സന്തോഷം. നമുക്കിനി സിറ്റിസൺ ജേർണലിസം റൗണ്ടിൽ വെച്ച് കണ്ടുമുട്ടാം. ഓക്കെ, ഓണേർഡ്. താങ്ക് യു. ഓക്കെ, സോ ഹിസ്റ്റോറിക്കൽ റൗണ്ടിൽ നമുക്ക് മുന്നിൽ പെർഫോം ചെയ്യാൻ എത്തുന്നു. ലെറ്റ്സ് വെൽക്കം ലിഷ ആൻഡ് നിവേദിത. സൂപ്പർ അമ്മയും മകളും. വീരേതിഹാസങ്ങൾക്ക് പുകൾപെറ്റ കടത്തനാടിന്റെ മണ്ണ്, വാൾത്തലപ്പ് കൊണ്ട് പ്രതികാരം തീർത്തിരുന്ന ഒരു കാലഘട്ടത്തിന്റെ ആശയും ആവേശവുമായിരുന്ന തച്ചോളിയോധേനക്കുറുപ്പെന്ന വീരയോദ്ധാവിനെ കുറിച്ച് പാടിപ്പുകഴ്ത്തിയ പാണന്മാരുടെ സ്തുതിഗീതത്തിൽ ഒരിക്കൽ പുരുഷമേധാവിത്വത്തിന്റെ ആഭാസത്തിനും നെറുകേടിനുമെതിരെ വീരനക്ഷത്രം പോലെ ജ്വലിച്ചു നിന്ന് അങ്കക്കലിയിൽ രൗദ്രാകാരം പൂണ്ട് ഉറുമിച്ചു വെട്ടിയ ധീരവനിതയെക്കുറിച്ച് വാഴ്ത്തിപ്പാടി. മലയാണ്മ പെറ്റ മക്കൾക്ക് ഇന്നും മാതൃകയായ ആറ്റുമണമേൽ ഉണ്ണിയാർച്ച. പുത്തൂരം വീട്ടിൽ ജനിച്ചോരെല്ലാം പൂപോലഴകുള്ളോരായിരുന്നു. ഇടതു തൊട്ട് കച്ച കെട്ടി മെയ്യുറച്ച് ദേശം താണ്ടി വരണുണ്ട് കളരി മക്കൾ ഞങ്ങൾ. പെണ്ണായി പിറന്ന നിങ്ങൾക്ക് എന്തിനു കളരി?
കളരി വിളക്ക് തെളിഞ്ഞ പോൽ മുഖവും ശംഖു കടഞ്ഞ കഴുത്തഴകും മാറത്തു മാമ്പുള്ളി പൂഞ്ചുണങ്ങുള്ളുരാ കുഞ്ഞിരാമനില്ലാർച്ച മോഹിതയായി കുരവയിട് പെണ്ണാളെ ആർപ്പു വിളിയാണാളെ ആർച്ച പെണ്ണിനെന്ന് പുടമുറി കല്യാണം മിഴിനാളം നീട്ടും ദീപം കാവിനുള്ളിൽ കൈത്തിരിപ്പു പൂത്ത പോലെ തിളങ്ങുന്നു അഴകോലും ഗന്ധർവന്മാർ ശ്രുതി മീട്ടും പാലക്കൊമ്പിൽ മഞ്ഞുകാറ്റിൻ മർമരങ്ങൾ മന്ത്രമായി തുളുമ്പുന്നു കോലോത്തി മുറ്റത്തെ തൃത്താപ്പു മൊട്ടിന്മേൽ ചില്ലോലം തുമ്പിക്കൂറുമ്പോ മനസ്സു നിറയെ മഴയോ നിലവു പൊഴിയും അഴകോ ഞങ്ങൾ ഈ കഥ പറഞ്ഞത് വർത്തമാനകാലത്ത് തെരുവുകളിൽ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നിട്ടുള്ള ഒരുപാട് പെൺബാല്യങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. കാലത്തെയും ശീലത്തെയും ചോദ്യം ചെയ്യാൻ കൈക്കരുത്തും മെയ്ക്കരുത്തുമുള്ള ഉണ്ണിയാർച്ചകൾ ഇനിയും പുനർജനിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോ ദാ ഇവരിങ്ങനെ ഘടാഘടിയന്മാരായ കുറെ ആൾക്കാരും ഉണ്ണിയാർച്ചയും ഇതാരാണ് ഒരു കള്ളൻ ആരൊക്കെയോ ആയിട്ട് നമ്മുടെ വേദിയിൽ വന്ന ആളാണ്. എന്തായാലും ഒരു പെർഫോമൻസ് ഹിസ്റ്റോറിക്കൽ റൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഉണ്ണിയാർച്ച ഇങ്ങനെ മാറ്റി നിർത്താൻ പറ്റില്ല. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഒരാളെ തന്നെ എടുത്തു. നല്ല ഭംഗിയുണ്ട് കാണാൻ. താങ്ക് യു സോ മച്ച്. ഇനി നമുക്ക് പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് പുതിയ ആളുടെ അടുത്ത് ചോദിക്കാം അല്ലേ? യെസ് ചേച്ചി പറയൂ. പാർവതി ചേച്ചിക്ക് എന്താണ് തോന്നുന്നത്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടായി, നല്ല രസമുണ്ടായിരുന്നു ലിഷ. ഞാൻ താങ്ക് യു മാം. എന്നുവെച്ചാൽ ഒരു ആലോചന എന്നുള്ള നിലയ്ക്ക് ഇന്നത്തെ ഒരു മെസ്സേജ് പറഞ്ഞത് ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ഇപ്പോൾ എന്താ പുതിയൊരു കാര്യം പോലെയാണ്. നമ്മുടെ നാട്ടിൽ കരാട്ടെ പഠിക്കണം അല്ലെങ്കിൽ ജൂഡോ പഠിക്കണം. നമ്മുടെ നാട്ടിൽ ഉണ്ണിയാർച്ചയുടെ പാരമ്പര്യം ഉണ്ടായിരുന്നതാണ്. ഒരുവിധപ്പെട്ടവരൊന്നും അടുക്കൂലായിരുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു പരിപാടിയായിരുന്നു. കൊള്ളാം, നൈസ് ആയിരുന്നു. ഇനി ശ്വേതാജിക്ക് എന്താണ് തോന്നിയത് ഉണ്ണിയാർച്ചയുടെയും പരിവാരങ്ങളുടെയും ഈ ഒരു പെർഫോമൻസ് കണ്ടിട്ട്? അല്ല, എനിക്ക് ഭയങ്കര സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ നല്ലൊരു കംപ്ലീറ്റ് സ്റ്റോറി ആയിട്ടാണ് പറഞ്ഞത്. നല്ല മെസ്സേജായിട്ട് എൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അങ്ങനെ നമ്മൾ എന്താ പറയുക ഫോഴ്സ്ഫുള്ളി ഒരു മെസ്സേജ് ഒന്നുമല്ല. വെരി നൈസ്. നിങ്ങൾ നന്നായി പെർഫോം ചെയ്തു. എനിക്ക് അത്ര കളറിയൊന്നും കണ്ടില്ലെങ്കിലും പക്ഷേ ഓൾ ഇൻ ഓൾ ഇറ്റ് വാസ് എ വെരി വെരി ഗുഡ്. ഐ റിയലി ലൈക്ഡ് ഇറ്റ്. താങ്ക് യു സോ മച്ച് മാം.